നിഷേധിച്ചിരിക്കുകയാണ്. മാത്രമല്ല കോടതി നടത്തിയിരിക്കുന്ന ഒബ്സർവേഷൻസ് മുൻകൂർ ജാമ്യം കൊടുത്തു. മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുകയാണ്. അത് കോടതി സ്റ്റേറ്റിന്റെ പ്ലീ റിജക്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അതുമായി ബന്ധപ്പെടുന്ന ഒബ്സർവേഷൻസ് ഒക്കെ പലതും ഈ കേസിനെ പ്രതികൂലമായി ബാധിക്കുന്നതുമാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി എന്താണ് ചെയ്യാറുള്ളത്? അല്ല, അത് ഉറപ്പായിട്ട് പരിശോധിക്കും. കോടതിയുടെ ഓരോ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കും, ചിലപ്പോൾ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ റിജക്റ്റ് ചെയ്യും. അത് കോടതിയുടെ ദൈനംദിന നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പരിശോധിക്കും തീർച്ചയായിട്ടും. അല്ല, നമുക്കങ്ങനെ ഒരു കോടതി വിധിയെക്കുറിച്ച് സർക്കാർ കയറി കമൻറ്റ് പറയാൻ പറ്റുമോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, സർക്കാർ കോടതി ഒരു വിധി പറഞ്ഞു, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഉള്ള അവരുടെ ആപ്ലിക്കേഷൻ അനുവദിച്ചു. അതിന് സർക്കാർ കയറി കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ കോടതികളിലും നടക്കുന്ന കോടതിയുടെ നടപടിക്രമത്തിനെതിരായി എനിക്ക് പ്രതിഷേധിക്കാൻ പറ്റുമോ? അതിനെക്കുറിച്ച് കമൻറ്റ് പറയാൻ പറ്റില്ല. അതൊരു കോടതിയുടെ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. വേറെ ഓപ്ഷൻ ഗവൺമെൻറ്റിൻ്റെ അകത്തുണ്ട്, ഓപ്ഷനുണ്ട്, അതെല്ലാം പരിശോധിക്കും. അല്ല, അതെല്ലാം പരിശോധിക്കും. ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം പരിശോധിക്കും. ആ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും പരിശോധിക്കും. ഇതൊക്കെ നിയമം കൊണ്ട് നിയന്ത്രിക്കേണ്ട ഒരു കാര്യങ്ങളല്ല. ഞാൻ തന്നെ വളരെ ദേഷ്യപ്പെട്ട് അവരോട് സംസാരിച്ചു. കാരണം ഈ ഓണർ കൊടുക്കാൻ പോലീസിന് പറ്റുന്നില്ല, കുടുംബാംഗങ്ങൾക്ക് അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ അവരെ അനുവദിക്കുന്നില്ല. വല്ലാത്തൊരു സ്ഥിതിയായിരുന്നു. അപ്പോൾ ഞാനാണ് ആദ്യം അതിനോട് പ്രതികരിച്ചത്, നിങ്ങൾ മാറി നിൽക്കണം, കുടുംബത്തിന് ഈ കർമ്മങ്ങൾ ചെയ്യാൻ അവരെ അനുവദിക്കണം എന്ന് പറഞ്ഞത്. അതുമാത്രമല്ലല്ലോ, സലീം കുമാർ രോഗബാധിതനായി കിടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു അറ്റാക്ക് നടന്നു. ചത്തുകൂടെ എന്നാണ് ചോദിച്ചത്. എന്താണ് ആ മനുഷ്യൻ ചെയ്ത തെറ്റ്? മരിച്ചു കഴിഞ്ഞിട്ടും വളരെ മോശമായ രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണം നടന്നു. ഇത് നമ്മുടെ കേരളത്തിലാണോ ഇത് നടക്കുന്നത്? ദേശീയ അവാർഡ് നേടിയ ഒരു നടനാണ്, മലയാളികളെ കുടുകൂടെ ചിരിപ്പിച്ചൊരു നടനാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളെക്കുറിച്ച് എന്തും സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്താമോ? ചത്തുകൂടെ എന്നാണ് ചോദിച്ചത്, സുഖമില്ലാതെ ഒരാൾ കിടക്കുമ്പോൾ. ഇതാണ് നമ്മുടെ കേരളം. ആരാണിതിൻ്റെ പുറകിൽ? ഈ ക്യാമ്പയിൻ്റെ പുറകിൽ? എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. കലാകാരന്മാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കൊക്കെ ഒരുപാട് ആളുകൾക്ക് രാഷ്ട്രീയമുണ്ട് ഇവിടെ. ഒരുപാട് പേർക്ക് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരാൾ സുഖമില്ലാതെ വെന്റിലേറ്ററിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ നടത്തിയൊരു ക്യാമ്പയിൻ ഉണ്ടല്ലോ, ഇത് നമ്മുടെ കേരളത്തിന് യോജിച്ചതല്ലത്. കേരളം അത് തിരിച്ചറിയും. ഇത് ചെയ്യുന്ന ആളുകൾ അത് മനസ്സിലാക്കണം. ഞാൻ നേരത്തെ തന്നെ ഒരു അഭിപ്രായം പറഞ്ഞു, CPM-നെ തോൽപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ തോറ്റെന്ന് അവർക്ക് ബോധ്യപ്പെടാൻ വലിയ പാടാണ്. അവർ ബോധ്യപ്പെടാൻ അതിൻ്റെ ഭാഗമായിട്ട് സത്യത്തിൽ ആ ചർച്ചയാണോ അവരുടെ ജില്ലാ കമ്മിറ്റികളിൽ നടന്നത്? അതാണോ ആ ചർച്ചയാണോ? ഈ പറഞ്ഞ കാര്യമാണോ അവിടെ ചർച്ച നടന്നത്? BJP UDF-ന് വോട്ട് ചെയ്തുകൊണ്ടാണ്. ഞാൻ മുഖ്യമന്ത്രിക്ക് മറുപടി കൊടുത്തല്ലോ നിയമസഭയിൽ. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന്, മുൻ മുഖ്യമന്ത്രിക്ക് ഞാൻ നിയമസഭയിൽ മറുപടി കൊടുത്തല്ലോ. എന്താ അദ്ദേഹം പറഞ്ഞത്? നിയമത്ത് ഞങ്ങളുടെ വോട്ട് കുറഞ്ഞത് കൊണ്ടാണ് ജയിച്ചതെന്ന് പറഞ്ഞല്ലേ. നിയമത്ത് ഞങ്ങളുടെ വോട്ടും അവരുടെ വോട്ടും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ചാത്തന്നൂരും അതുപോലെ കഴക്കൂട്ടത്തും ഞങ്ങളുടെ വോട്ട് കൂടി. CPM-ൻ്റെ വോട്ട് 11,000 വോട്ടും 17,000 വോട്ടും കുറച്ചു. അവിടെ CPM BJP ഡീലായിരുന്നു ജയിപ്പിക്കാൻ വേണ്ടി. കാരണം BJP-യുടെ ഏറ്റവും വലിയ നേതാക്കൾ അവർ മത്സരിച്ച സ്ഥലത്താണ് ഈ വിജയം ഉണ്ടായത്. അതാണ് ഡീല്. അവരുടെ കയ്യിൽ അവരുടെ മുതിർന്ന നേതാക്കൾ കൈവശം വച്ചിരുന്ന സീറ്റുകളാണ് വെള്ളിത്താളത്തിലാക്കി BJP-ക്ക് കൈമാറിയത്. മനസ്സിലായില്ലേ? ഇതൊന്നും ആയിരുന്നില്ലല്ലോ അവരുടെ ചർച്ച. അവരുടെ പാർട്ടിയുടെ അണികളും പാർട്ടിയുടെ നേതാക്കന്മാരും
പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി സെക്രട്ടറിയെയും ഉൾപ്പെടെയുള്ള അന്നത്തെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകളെയും നേതൃത്വത്തെയും രൂക്ഷമായി വിമർശിക്കുകയും എടുത്ത നിലപാടുകൾ മതേതരമല്ലാത്ത നിലപാട് എടുത്തതിനെ ഒരു ചോദ്യം ചെയ്യുമായിരുന്നു. അതായിരുന്നു അവിടെ ചർച്ചയിൽ നടന്നത് അല്ലേ? അതൊക്കെ ഇപ്പോൾ അവസാനം കുറച്ച് കാര്യമൊക്കെ സമ്മതിച്ചു. അതിൻ്റെ കൂടെ വെറുതെ ഒരു മരുന്നിന് വേണ്ടി ഇത് ചേർത്തെന്ന് മാത്രമല്ല, അത് ഗൗരവമായിട്ട് എടുക്കണ്ട. നമ്മൾ ഈ കേരളത്തിലെ IAS കേഡറിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിച്ചിട്ടാണോ പോകുന്നത്? അദ്ദേഹത്തിനെതിരായി ഒരു നടപടി ഉണ്ടായിരുന്നു, 2 പേർക്കെതിരായി നടപടി ഉണ്ടായിരുന്നു. നിങ്ങൾ തന്നെ എന്നോട് ചോദിച്ചു ആ നടപടി പിൻവലിക്കുമോ എന്ന്. ഞാൻ പറഞ്ഞു അത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എതിരായി നടക്കുന്ന അച്ചടക്ക നടപടികൾ നിലനിർത്തിക്കൊണ്ട് തന്നെ സസ്പെൻഷൻ റിവോക്ക് ചെയ്തവരെ സർവീസിൽ വെച്ചു. ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിലുള്ള സർവീസിലെ എണ്ണം ഭയങ്കര കുറവാണ്. ഒരുപാട് പേര് ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. അവിടുത്തെ കമ്പൽസറി സർവീസ് ഉണ്ട് ചിലർക്ക്. അത് കഴിഞ്ഞിട്ടും അവർ കേരളത്തിലേക്ക് വരാൻ മടിക്കുകയായിരുന്നു വർഷങ്ങളായിട്ട്. ഇവിടെ പലർക്കും നമ്മൾ ചാർജ് കൊടുത്തിട്ട് അഡീഷണൽ ചാർജാണ് വേറെ പല വകുപ്പുകളിലേക്കും കൊടുത്തിരിക്കുന്നത്. സർക്കാർ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ സെക്രട്ടറിമാരുടെയും സ്പെഷ്യൽ സെക്രട്ടറിമാരുടെയും IAS ഉദ്യോഗസ്ഥന്മാരുടെയും നിയമനങ്ങൾ നടത്തുന്നത്.